ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു മിക്സഡ് ജാറിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും 4 ചെറിയുള്ളി 2 വെളുത്തുള്ളി ഇത് ഇത്രയും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കിതിൻ്റെ നീരാണ് വേണ്ടത്. അപ്പോൾ പറ്റാവുന്നത്രയും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പോളം ഗോതമ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പൊടിയാണ് എടുക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. നികത്തിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഗോതമ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ സ്റ്റീം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്, അതുപോലെ നല്ല കട്ടിയായിരിക്കും ഇത്. ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ ഇത് കൈവച്ച് തന്നെ ഉടച്ചെടുക്കാം. ഒരുപാട് കട്ടിയല്ല കേട്ടോ, നമുക്ക് കൈവച്ച് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗത്തിനാണുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ കൈവച്ച് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഞാനിത് കൈവച്ച് തന്നെ പൊടിച്ചെടുത്തതാണ്. എന്നാലും കുറച്ച് കട്ടകൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അത് നമുക്ക് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്ര കട്ടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കട്ടകളും നമുക്ക് കൈവച്ച് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്താൽ പൊടിയായി കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗോതമ്പൊടിയിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുങ്കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചാറ് ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. അത് പിന്നീട് നോക്കിയിട്ട് ചേർത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് വെള്ളമാക്കി കുഴക്കരുത്. ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുത്താൽ മതി. പക്ഷേ ഈ മാവ് ശരിക്കും ഇപ്പോൾ ഒരു അരിമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തു. വിരൽ വെച്ച് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അടയാളം കാണണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് അച്ച് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ പക്കാവടയുടെ അച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സേവനാഴിയിലേക്ക് ശേഷം എണ്ണയിലേക്ക് ഒഴിഞ്ഞിടാവുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായി നോക്കാനായിട്ട് ഒരല്പം മാവ് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പൊന്തി വന്നാൽ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം നല്ലതുപോലെ തന്നെ മൊരിഞ്ഞ് കിട്ടണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. മാത്രമല്ല നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ പക്കവട കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.